അഫ്ഗാനിസ്ഥാൻ വീണ്ടും ലോകശ്രദ്ധയിൽ നിറയുന്നത് ഒരു വലിയ ദുരന്തത്തിന്റെ നിശബ്ദതയിലാണ്. രാജ്യത്തുടനീളം വയേർഡ് മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താലിബാൻ ഭരണകൂടം വിച്ഛേദിച്ചു. ഇതോടെ കോടിക്കണക്കിന് ജനങ്ങൾ ഡിജിറ്റൽ ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അനൈതിക പ്രവർത്തനങ്ങൾ തടയുന്നതിനാണ് ഈ നടപടിയെന്നാണ് താലിബാന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഈ ഏകപക്ഷീയമായ ഡിജിറ്റൽ കർട്ടൻ വീഴുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇരുട്ടിലാഴ്ത്തുന്നത് ഇതിനോടകം തന്നെ കടുത്ത സാമൂഹിക നിയന്ത്രണങ്ങളിൽ കഴിയുന്ന അഫ്ഗാൻ സ്ത്രീകളെയാണ്. സ്വാതന്ത്ര്യത്തിന്റെ അവസാന കണിക പോലും തകർത്ത ഈ നടപടി കേവലം ആശയവിനിമയ ശൃംഖലയുടെ തടസ്സപ്പെടുത്തൽ മാത്രമല്ല, വിദ്യാഭ്യാസം, തൊഴിൽ, പുറം ലോകവുമായുള്ള ബന്ധം എന്നിവയ്ക്ക് സ്ത്രീകൾ കണ്ടെത്തിയ അവസാനത്തെ വഴി കൂടി അടച്ചിരിക്കുകയാണ്. ഒരു രാജ്യം മുഴുവൻ ഡിജിറ്റൽ ഇരുട്ടിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ലോകത്തിന്റെ കണ്ണിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞു പോകുന്നത് അഫ്ഗാൻ സ്ത്രീകളുടെ നിലവിളികളാണ്. നോക്കാം, ഇന്റർനെറ്റ് വിച്ഛേദനം എന്ന നടപടി എങ്ങനെ ഒരു ജനതയുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങളെയും അതിജീവനത്തെയും ഇല്ലാതാക്കുന്നുവെന്ന് പരിശോധിക്കാം. അഫ്ഗാനിസ്ഥാനിലെ ഇന്റർനെറ്റ് വിച്ഛേദനം ഒരു ദിവസം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ ഘട്ടം ഘട്ടമായി നടപ്പാക്കിയ ഒന്നാണ്. സെപ്റ്റംബർ 1 രാജ്യത്തിന്റെ വടക്കൻ പ്രവിശ്യകളായ ബഖൽ, കുന്ദൂസ്, ബദഖ്ഷാൻ എന്നിവിടങ്ങളിൽ അതിവേഗ ഫൈബർ ഒപ്റ്റിക് സേവനങ്ങൾ നിർത്തലാക്കിക്കൊണ്ടാണ് തുടക്കം. പ്രാദേശിക നേതാക്കളുടെ നേരിട്ടുള്ള ഉത്തരവുകൾ പ്രകാരം ആരംഭിച്ച ഈ ഒരു നിയന്ത്രണം താമസിയാതെ തെക്കൻ പ്രവിശ്യകളിലേക്കും വ്യാപിച്ചു. തുടക്കത്തിൽ വയേർഡ് ബ്രോഡ്ബാൻഡിനെ മാത്രമാണ് ലക്ഷ്യമിട്ടതെങ്കിൽ സെപ്റ്റംബർ 29 ഇത് രാജ്യവ്യാപകമായ മൊബൈൽ വയേർഡ് സേവനങ്ങളുടെ പൂർണ്ണമായ വിച്ഛേദനത്തിലേക്ക് എത്തുകയായിരുന്നു. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് ട്രാഫിക് വിശകലന ഏജൻസികളായ നെറ്റ് ബ്ലോക്സിന്റെയും കെൻറ്റിക്കിന്റെയും കണക്കുകൾ പ്രകാരം കണക്ടിവിറ്റി സാധാരണ നിലയുടെ 14% കുത്തനെ ഇടിയുകയായിരുന്നു. ഇതൊരു സാങ്കേതിക തകരാറല്ല, മറിച്ച് കേന്ദ്രീകൃതവും മനഃപൂർവ്വമായ നടപടിയാണെന്ന് നെറ്റ് ബ്ലോക്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഉടമസ്ഥതയിലുള്ള അഫ്ഗാൻ ടെലികോമാണ് അഫ്ഗാനിസ്ഥാന്റെ ദേശീയ ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കിന് നിയന്ത്രണം വഹിക്കുന്നത്. ഫൈബർ ലൈനുകളിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുത്തുന്നതിലൂടെ ഇന്റർനെറ്റ് മാത്രമല്ല, പല ഗ്രാമപ്രദേശങ്ങളിലെയും മൊബൈൽ, ഫിക്സ്ഡ് ലൈൻ ഫോൺ കോളുകൾ വരെ നിലയ്ക്കുന്നുണ്ട്. ഇന്റർനെറ്റ് മാത്രം വിച്ഛേദിക്കുകയും വോയിസ് കോളുകൾ നിലനിർത്തുകയും ചെയ്യണമെങ്കിൽ സാങ്കേതികപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. എന്നാൽ താലിബാൻ അതിന് മെനക്കെടാതെ മൊത്തത്തിലുള്ള ഒരു പ്ലഗ് ഔട്ടാണ് ചെയ്തത്. രാജ്യം ഡിജിറ്റൽ യുഗത്തിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ പുറത്തായി എന്ന് പറയണം. എന്തായിരിക്കും ഈ നടപടികളുടെ ലക്ഷ്യം? താലിബാൻ ഉദ്യോഗസ്ഥർ നടപടിയെ ന്യായീകരിക്കുന്നത് ദുർനടപ്പ് തടയാനും അതുപോലെ അനൈതിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും വേണ്ടിയാണ് എന്നാണ്. അശ്ലീല സൈറ്റുകളും അവിവാഹിതരായ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള സ്വകാര്യ ഓൺലൈൻ ഇടപെടലുകളും തടയുക എന്നതാണ് അവരുടെ പ്രധാന വാദം. എന്നാൽ ഡിജിറ്റൽ അവകാശ പ്രവർത്തകരും നിരീക്ഷകരും ഈ ന്യായീകരണത്തെ തള്ളിക്കളയുന്നുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ ധാർമ്മികത എന്നത് ജനങ്ങളെ നിയന്ത്രിക്കാനും വിയോജിപ്പുള്ള ശബ്ദങ്ങളെ അടിച്ചമർത്താനും താലിബാൻ ഉപയോഗിക്കുന്ന ഒരു മറ മാത്രമാണ് എന്നാണ്. കാബൂൾ ആസ്ഥാനമായുള്ള അക്കാദമിക് വിദഗ്ധനായ ഒബൈദുള്ള ബഹീർ പറയുന്നത് പോലെ ഇതൊരു ആധുനികതാ വിരുദ്ധമായ താലിബാനെയാണ് കാണിക്കുന്നത്. അവരുടെ പോരാട്ടം ശരിക്കും മോഡേണൈസേഷന് എതിരാണെന്നും അവർക്ക് വന്യമായ ആളുകൾ എന്ന വിശേഷണമാണ് തികച്ചും അനുയോജ്യമെന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. താലിബാൻ ഭരണകൂടം 2024 ഓഗസ്റ്റിൽ പ്രാബല്യത്തിൽ വരുത്തിയ പ്രൊമോഷൻ ഓഫ് വിർച്യു ആൻഡ് പ്രിവെൻഷൻ ഓഫ് വൈസ് ലോ, സൽഗുണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും തിന്മകൾ തടയുന്നതുമായ നിയമം, ഈ നീക്കത്തിന് വ്യക്തമായ പശ്ചാത്തലവും നൽകുന്നു. ഈ നിയമത്തിലെ ആർട്ടിക്കിൾ 13 പ്രകാരം സ്ത്രീകൾ പൊതുസ്ഥലത്ത് ശരീരം പൂർണ്ണമായും മറയ്ക്കണം. കൂടാതെ ഒരു സ്ത്രീയുടെ ശബ്ദം സ്വകാര്യമാണെന്നും പരസ്യമായി പാടുകയോ ഉച്ചത്തിൽ സംസാരിക്കുകയോ ചെയ്യരുതെന്നും പറയുന്നുണ്ട്. ഇന്റർനെറ്റ് പൂർണ്ണമായും വിച്ഛേദിക്കുന്നതിലൂടെ ഈ കർശനമായ നിയമങ്ങളെ ചോദ്യം ചെയ്യാനോ ലോകത്തോട് തങ്ങളുടെ ദുരിതം വിളിച്ചു പറയാനോ ഉള്ള അവസാനത്തെ ഇടവും താലിബാൻ ഇല്ലാതാക്കുകയാണ്. ഇനി പെട്ടെന്നുള്ള ഇന്റർനെറ്റ് വിച്ഛേദനം രാജ്യത്തിന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചത്. പ്രത്യേകിച്ചും ഇന്റർനെറ്റിനെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തിയിരുന്ന ചെറുകിട ബിസിനസ്സുകൾക്ക്. 2023 ലോകബാങ്ക് കണക്കുകൾ പ്രകാരം അഫ്ഗാൻ ജനസംഖ്യയുടെ 18% ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരും മൊബൈൽ വരിക്കാരുടെ എണ്ണം 100-ൽ 56 എന്ന നിലയിലുമായിരുന്നു. കഴിഞ്ഞ ദശകത്തിൽ കൈവരിച്ച ഈ ഡിജിറ്റൽ വളർച്ചയാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത്. അതുപോലെ ബിസിനസ് തകർച്ച. തുന്നൽ ജോലികൾ ചെയ്യുന്ന ഹയാത്ത് ഹാൻഡിക്രാഫ്റ്റ്സ് പോലുള്ള വനിതാ സഹകരണ സംഘങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ ഉപഭോക്താക്കളുമായി ബന്ധപ്പെടാനും ഓർഡറുകൾ സ്വീകരിക്കാനും സാധിക്കാതെ ആയിട്ടുണ്ട് ഇവർക്കൊക്കെ. അതുപോലെ തന്നെ ആഗോളതലത്തിലെ ഒരു ഒറ്റപ്പെടൽ കൂടിയാണ് ഇങ്ങനൊരു സംഭവം. ബാങ്കുകൾ, സർക്കാർ ഓഫീസുകൾ, NGOകൾ തുടങ്ങിയ വലിയ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു. ഇത് അഫ്ഗാനിസ്ഥാനെ ആഗോള വിപണിയിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെടുത്തുകയും വിദേശ നിക്ഷേപകരെ അകറ്റുകയും ചെയ്തിട്ടുണ്ട്. സംഘർഷങ്ങളും ഉപരോധങ്ങൾക്കും ശേഷം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇങ്ങനൊരു രാജ്യത്തിന് ഇത് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് എന്നുറപ്പാണ്. ഇന്റർനെറ്റ് വിച്ഛേദനം മൊത്തം ജനങ്ങളെ ബാധിക്കുമ്പോഴും അതിന്റെ ഭാരം ഏറ്റവും അധികം പേറുന്നത് സ്ത്രീകളാണ്. 2021 താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായ ഉത്തരവുകളിലൂടെ സ്ത്രീകൾ പൊതുജീവിതത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. തൊഴിൽ നിരോധനത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട നിരവധി സ്ത്രീകൾ കുടുംബത്തെ പോറ്റാൻ കണ്ടെത്തിയ അവസാനത്തെ വഴി ഓൺലൈൻ ജോലികളായിരുന്നു. വിദൂര വിദ്യാഭ്യാസം, വിവർത്തനം, ഓൺലൈൻ കരകൗശല വിൽപ്പന തുടങ്ങിയവയിലൂടെ അവർ വരുമാനം കണ്ടെത്തിയിരുന്നു. വരുമാനത്തിന്റെ ഈ ഒറ്റപ്പെട്ട വഴി കൂടി അടഞ്ഞതോടെ അവരുടെ അതിജീവനം തന്നെ അപകടത്തിലായിരിക്കുകയാണ്. പെൺകുട്ടികൾക്ക് 6ാം ക്ലാസ്സിനും അപ്പുറം വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടതോടെ
ആയിരക്കണക്കിന് യുവതികളും പെൺകുട്ടികളും പഠനം തുടരാൻ ആശ്രയിച്ചത് ഓൺലൈൻ കോഴ്സുകളെയായിരുന്നു. ഇംഗ്ലീഷ് ക്ലാസുകൾ, യൂണിവേഴ്സിറ്റി കോഴ്സുകൾ, അതുപോലെ വിദൂര പഠന പരിപാടികൾ എന്നിവയിലൂടെ അറിവ് നേടാനുള്ള അവരുടെ ശ്രമങ്ങൾ പ്രശംസനീയവുമായിരുന്നു. എന്നാൽ ഇന്റർനെറ്റ് പൂർണ്ണമായും നിലച്ചതോടെ ഈ ദുർബലമായ ബദൽ മാർഗവും ഇല്ലാതായിരിക്കുകയാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് പെൺകുട്ടികളുടെ പഠന സ്വപ്നങ്ങളാണ് ഇല്ലാതായത്. ഇനി താലിബാൻ ഇന്റർനെറ്റ് നിരോധിക്കുന്നത് ആദ്യമായല്ല. അവരുടെ ആദ്യ ഭരണകാലത്ത്, അതായത് 1996-2001 കാലത്ത് ഇന്റർനെറ്റ് പൂർണ്ണമായും നിരോധിച്ചിരുന്നു. 2021 കാബൂൾ പിടിച്ചടക്കിയ സമയത്തും പ്രതിഷേധങ്ങൾ തടയാൻ അവർ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ രാജ്യവ്യാപകമായ വിച്ഛേദനം പുതിയ ഭരണത്തിന് കീഴിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ അടിച്ചമർത്തലാണ്. സംഘർഷ മേഖലകളിൽ നിന്ന് വിവരങ്ങൾ തടയുന്നതിനുള്ള ഉപകരണമായി ഇന്റർനെറ്റ് ഷട്ട്ഡൌൺ മാറുന്നതിനെക്കുറിച്ച് ആഗോളതലത്തിൽ ആശങ്കകളുണ്ട്. ഡിജിറ്റൽ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന NGO ആയ ആക്സസ് നൗ നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം 2024 മാത്രം 54 രാജ്യങ്ങളിലായി 296 ഇന്റർനെറ്റ് വിച്ഛേദിക്കലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പട്ടികയിൽ അഫ്ഗാനിസ്ഥാൻ കൂടി ഇടം പിടിക്കുമ്പോൾ ഇത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന വാദത്തിന് ശക്തിയേറുകയാണ്. കാരണം ഇന്റർനെറ്റ് ഇന്ന് അഭിപ്രായ സ്വാതന്ത്ര്യം, വിവരങ്ങൾ അറിയാനുള്ള അവകാശം, സമാധാനപരമായി സംഘടിക്കാനുള്ള കഴിവ് എന്നിവയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ മാധ്യമങ്ങൾ കടുത്ത സെൻസർഷിപ്പിന് വിധേയമായ സാഹചര്യത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ മാത്രമാണ് സ്വതന്ത്ര വാർത്തകളുടെയും വിവരങ്ങളുടെയും ഏക ഉറവിടം. ഇതും നിലയ്ക്കുന്നതോടെ താലിബാൻ ഭരണകൂടത്തിന്റെ ക്രൂരതകൾ പുറം ലോകം അറിയാനുള്ള സാധ്യത പൂർണ്ണമായും അടയുകയാണ്. ക്വറ്റയിലെ ഒരു ഫൈബർ ഒപ്റ്റിക് കേബിൾ മുറിച്ചു മാറ്റുമ്പോൾ അത് മുറിച്ചു മാറ്റുന്നത് അഫ്ഗാൻ ജനതയുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിലേക്കും അതുപോലെ അതിജീവനത്തിലേക്കുമുള്ള അവസാനത്തെ കണ്ണിയാണ്. ഇന്റർനെറ്റ് കേവലം ഒരു വിനോദത്തിനുള്ള ഉപാധി മാത്രമായിരുന്നില്ല, മറിച്ച് വിദ്യാഭ്യാസം നേടാനും തൊഴിലെടുക്കാനും പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും ഒക്കെയുള്ള ഒരു ഉപകരണം കൂടിയായിരുന്നു. താലിബാന്റെ ഈ നടപടി കേവലം സാങ്കേതികമായി പരിമിതപ്പെടുത്തുന്നതിൽ എന്നതിലുപരി ഒരു ജനതയെ വീണ്ടും ഇരുണ്ട യാഥാസ്ഥിതികമായ ഒറ്റപ്പെട്ട ഒരു ലോകത്തേക്ക് തള്ളിവിടുകയാണ്. താലിബാൻ ഉന്നയിക്കുന്ന ധാർമ്മികതയുടെ വാദങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ ഭരണം അഫ്ഗാൻ ജനതയ്ക്ക് മേൽ നടപ്പാക്കുന്ന കടുത്ത നിയന്ത്രണങ്ങളെ മറച്ചുപിടിക്കാനുള്ള ശ്രമമാണ്. ലോകരാഷ്ട്രങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മുഖം തിരിക്കുമ്പോൾ ഈ ഡിജിറ്റൽ ഇരുട്ടിൽ പുറം ലോകത്തേക്ക് എത്താത്ത നിലവിളികളും നിശബ്ദമാക്കപ്പെട്ട സ്വപ്നങ്ങളുമാണ് ബാക്കിയാകുന്നത്. ഈ വിഷയത്തിൽ ആഗോള സമൂഹം ശക്തമായി ഇടപെടുകയും അതുപോലെ അടിസ്ഥാനപരമായ ആശയവിനിമയ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ താലിബാനിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. മനുഷ്യാവകാശങ്ങളുടെ പേരിലുള്ള ഈ യുദ്ധത്തിൽ അഫ്ഗാൻ സ്ത്രീകളെ കൈവിടാൻ ലോകത്തിന് കഴിയില്ല.